ശിവപ്രസാദ്, വീഴ്ചകൾക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളിൽ മനസാക്ഷിയില്ലാത്ത പ്രതികരണങ്ങൾ, മനസാക്ഷിയില്ലാത്ത ചെയ്തികൾ, അത് ഒന്നും രണ്ടുമല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇതിനൊക്കെ ആരാണ് മറുപടി നൽകേണ്ടത്? ആ കുടുംബം മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇതിനു ശേഷവും അവിടേക്ക് എത്തിയ മന്ത്രി ചിഞ്ചുറാണി അപമാനിക്കാഞ്ഞത്. അതുപോലെ മോശമായി പെരുമാറിയ ഈ പറഞ്ഞ ചെക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാക്കി അവതരിപ്പിക്കുകയാണത്. ഒരു പൊതുപരിപാടിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ആ ചെക്ക് കൊടുക്കുന്ന പടമെടുക്കുകയാണ്. ഇതിനെയൊക്കെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഇതിനോടൊക്കെ ആരാണ് പ്രതികരിക്കേണ്ടത്? ഈ മാധ്യമങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. SFI എല്ലാത്തിലും സമരത്തിലിറങ്ങുന്ന താങ്കൾ പറഞ്ഞു, ആത്മരോഷം നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എല്ലാ വിഷയത്തിലുമെന്ന്. ഒരു പ്രകടനം നടത്തി, പക്ഷേ നിങ്ങൾ തുടർച്ചയായി പ്രതികരിക്കുകയും തുടർച്ചയായി നടപടി ആവശ്യപ്പെടുകയും ചെയ്ത വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. തെരുവുകളിൽ നിങ്ങൾ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നുള്ള പല വിഷയങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് അക്കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന ചോദ്യം കൂടിയുണ്ട്. ശിവപ്രസാദ്, ഞങ്ങളുടെ ആത്മാർത്ഥതയ്ക്കെതിരായ ചോദ്യം ഇവിടെ നിൽക്കട്ടെ, ഞാനതിന് മറുപടി പറയാം. ഇവിടെ ഞങ്ങളിതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ RSPയുടെയും BJPയുടെയും പ്രതിനിധി ഇവിടെ പറഞ്ഞത് അത്രയും രാഷ്ട്രീയമാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ദാരുണമായ സംഭവം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ ഉണ്ടാവുന്നു. ആ എയ്ഡഡ് സ്കൂളിലുണ്ടായ സംഭവത്തെ ആരെങ്കിലും ന്യായീകരിച്ചോ? ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയെ സംബന്ധിച്ച് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചു. എന്താണ് ഗവൺമെൻറ് ചെയ്തത്, എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത്, ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ വിശദീകരിച്ചു. അതിനെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അതിനെ എന്തിനോടെല്ലാമാണ് സമീകരിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകെ തകർച്ചയിലേക്കാണ് എന്ന നിലയിലേക്ക് ഈ ചർച്ചയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ബോധപൂർവ്വ ശ്രമം ഈ സംഭവത്തിന് ശേഷം കേരളത്തിലാകെ നടക്കുകയല്ലേ? അതിനാരാ നേതൃത്വം കൊടുക്കുന്നത്? അതിന് രാഷ്ട്രീയമാനം കൊടുക്കുന്നത് ആരാ? അങ്ങനെ ഈ സിസ്റ്റം, ഇപ്പോൾ സിസ്റ്റം എന്ന പുതിയ വാക്കാണല്ലോ നമ്മൾ ഉത്ഭവിപ്പിച്ചിരിക്കുന്നത്, ആ സിസ്റ്റം തകർച്ചയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസ സിസ്റ്റം തകർച്ചയിലാണോ കേരളത്തിൽ? ഈ ചർച്ചയിൽ മേടാണല്ലോ പറഞ്ഞത്. അല്ലല്ല, ഈ ചർച്ചയിൽ മേടാണല്ലോ പറഞ്ഞത്. സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പ്രശ്നങ്ങൾ എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? ശിവപ്രസാദ്, ഈ ചർച്ചയിൽ നിന്നല്ല, ഇതും സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. ആദ്യം പറഞ്ഞത് ആരാണ്? എന്നിട്ട് ആ സിസ്റ്റം താങ്കൾക്ക് ബിന്ദു മരിച്ച സംഭവത്തിൽ എന്ത് നടപടി താങ്കൾ കണ്ടു ശിവപ്രസാദ്? ഒന്ന് പറയാമോ? ബിന്ദു മരിച്ച സംഭവത്തിൽ അതിനോടെല്ലാം കൂട്ടിക്കെട്ടി സമീകരിച്ച് അതിനോടെല്ലാം കൂട്ടിക്കെട്ടി വലിയ വികാരമാക്കി സമീകരണം തന്നെയാണ്. എന്നെ പറയാൻ അനുവദിക്കൂ മാഡം. ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ സിസ്റ്റം കേരളത്തിൽ പരാജയത്തിലാണോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സിസ്റ്റം കേരളത്തിൽ പരാജയത്തിലാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ? ഏത് വിഷയത്തിലാണ് അങ്ങനെ സിസ്റ്റം പരാജയത്തിലാണെന്ന് മാത്രമാണോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. കാര്യം മാത്രമാണോ? വീഴ്ചയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? അവിടേക്ക് വരൂ. അതെ, വീഴ്ചയാണ് ചർച്ച ചെയ്യുന്നത്. ആ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. ആ വീഴ്ചയ്ക്ക് കാരണക്കാർക്കായവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. അല്ലാതെ ആ വീഴ്ചയ്ക്ക് കാരണക്കാർ, ഞാൻ പറയട്ടെ മാഡം, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി ദയവായി അങ്ങ് കാണിക്കണം. അങ്ങനെ പ്രകോപിതനാക്കേണ്ട കാര്യമില്ല. ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. എന്നെ പ്രകോപിച്ച് എന്തെങ്കിലും നിലയിൽ എന്റെ വായിൽ നിന്ന് വേറെങ്കിലും ഉത്തരം ലഭിക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ പറയുന്ന ഉത്തരം കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനോട് ചോദ്യങ്ങളാണല്ലോ ചോദിച്ചോണ്ട് അങ്ങ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ തിരിച്ചു പറയാനുള്ള സഹിഷ്ണുത, പറയുമ്പോൾ കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി കാണിക്കണം. കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞത് എന്താ? പൊതുവിദ്യാലയങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അവിടേക്ക് അല്ല ഈ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സമീപകാലത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത വിഷയം ഉണ്ടായി? നമ്മുടെ തന്നെ മുന്നിലുള്ള വിഷയങ്ങളില്ലേ? കേരളത്തിനകത്ത് പ്രൈവറ്റ് സ്കൂളുകളുടെ ആത്മഹത്യ, സെൻറ് ഡൊമിനിക് സ്കൂൾ ശ്രീകൃഷ്ണപുരം, എന്തേ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളാകെ കുഴപ്പമാണെന്നൊരു ചർച്ച കേരളത്തിനകത്ത് നടക്കാത്തത്?
എറണാകുളത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? എന്തേ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളാകെ തകർച്ചയാണ് എന്നൊരു പൊതു ചർച്ച കേരളത്തിനകത്ത് ഉണ്ടാവാത്തത്? എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കേരളത്തിനകത്ത് ആളുകൾ മരിക്കുന്നു, എന്തേ പ്രൈവറ്റ് ഹോസ്പിറ്റലാകെ കുഴപ്പമാണ് എന്ന ചർച്ച ഉണ്ടാവാത്തത്? അപ്പോൾ വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൻ്റെ കാരണം എന്താണ്, അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്, ആ കാരണങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതല്ലേ ക്രിയാത്മകമായ ചർച്ച. ആ ക്രിയാത്മകമായ ചർച്ച നടത്തുന്നതിന് പകരം ഒരു വിഷയത്തെ പിന്തുടർന്ന് എങ്ങനെയെല്ലാം കേരളത്തിൽ വളരെ നല്ല നിലയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ ഇടപെടുന്ന ഒരു ഗവൺമെന്റിനെ കരിവാരി തേക്കാൻ ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താമെന്ന ഗവേഷണമല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് രാഷ്ട്രീയ കുബുദ്ധിയല്ലേ? ആ രാഷ്ട്രീയ കുബുദ്ധി തുറന്നു കാണിക്കാതെ എങ്ങനെ ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാൻ കഴിയും? നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള എയ്ഡഡ് സ്കൂളുകളുടെ നിങ്ങളൊന്ന് പരിശോധിക്കൂ. കേരളമുടനീളം സഞ്ചരിച്ച് പരിശോധിക്കൂ. താങ്കൾ ഈ പറഞ്ഞ പ്രൈവറ്റ് മേഖലയിലെ ഓരോ മേഖലയിലെയും ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ഇവിടെ കുട്ടിയുടെ ആത്മഹത്യയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിനെതിരെയുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ സ്കൂളിലാണോ വീഴ്ച എന്ന ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് മേഖല, സർക്കാർ മേഖലയുടെ ഉത്തരവാദിത്തമാണോ പ്രൈവറ്റ് മേഖലയ്ക്ക്? അങ്ങനെയാണോ? സർക്കാർ മേഖലയും പ്രൈവറ്റ് മേഖലയും ഒരുപോലെയാണോ താങ്കൾ കാണുന്നത്? രണ്ട് ഉത്തരവാദിത്തങ്ങളും ഒരുപോലെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, അതെ. അപ്പൊ ഞാൻ പറഞ്ഞതിനെ അങ്ങനെയാണ് സ്മൃതിവേടം മനസ്സിലാക്കിയതെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കി. എനിക്കാവില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ ചർച്ചയെ കൊണ്ടുവരുന്നത് എന്താ? ഞാൻ ചോദിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടാവുന്ന വിഷയം, കേരളത്തിലെ പ്രൈവറ്റ് മേഖല ആകെ കുഴപ്പമാണ് എന്ന ചർച്ചയിലേക്ക് നിങ്ങൾ നയിക്കുന്നുണ്ടോ? ആ ചർച്ച നിങ്ങൾ നടത്താതെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു ദാരുണമായ സംഭവത്തെ, ആ സംഭവത്തിൻ്റെ സ്പെസിഫിക് ആയ റീസണെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർച്ചയിലാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്താൽ ആ ചർച്ചയെ അംഗീകരിച്ചു തരാൻ എനിക്ക് ആവില്ല മാഡം. കാരണം ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു സംഘടന ഈ ആരോഗ്യമന്ത്രി ബിന്ദു മരിച്ച സമയത്ത് നടത്തിയ പോലെ പ്രതികരണം പ്രതികരണത്തിലേക്ക് മന്ത്രി ശിവൻകുട്ടി പോകാതിരുന്നത് അദ്ദേഹത്തിന് അതേക്കുറിച്ചുള്ള നല്ല ബോധ്യത്തിലാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ മുഴുവൻ നടപടി ഉണ്ടാകുന്നത്. അതുവരെയും ശരിയാണ്. പക്ഷേ നടപടി വൈകുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കാഴ്ച തന്നെ. നിങ്ങൾ നോക്ക്, നടപടി വൈകുന്നു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രസ്താവനകൾ നിങ്ങൾ വായിച്ചിട്ടുള്ളവരല്ലേ? ബിന്ദു മരിച്ച ശേഷമുള്ള നടപടി ഒന്ന് പറഞ്ഞു തരൂ. എത്ര നേരമായി ചോദിക്കുന്നു. എന്ത് നടപടി ചെയ്തു? നടപടി ഉണ്ടാവുന്നില്ലേ പറഞ്ഞത്? എന്ത് നടപടി? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് മറുപടി പറയട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ ചോദ്യത്തിനും എങ്ങനെയാണ് മറുപടി പറയാം? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ നോക്കൂ, ഇവിടെ വൈകാരികത കലർത്തി ഈ വിഷയത്തെ വഷളാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, കുട്ടി മരിച്ചു. നമ്മുടെ വേറെ പ്രിയപ്പെട്ട മകനാണ്, കേരളത്തിൻ്റെ മകനാണ് മരിച്ചത്. ആ മരണം ഇനി സ്കൂളുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ചർച്ചയല്ലേ നമ്മൾ നടത്തേണ്ടത്? ഒരു സ്കൂളിലും ആവർത്തിക്കാതിരിക്കാൻ അതിനുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടത്. അതിന് പകരം ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തെല്ലാമാണ് ഈ ചർച്ചക്കകത്ത് വിളിച്ചു പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറയാം. ഞാൻ അവസാനിപ്പിക്കാം. BJPയുടെ പ്രതിനിധി എന്തെല്ലാമാണ് ഈ ചർച്ചയ്ക്കകത്ത് പറഞ്ഞത്? കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം BJPയുടെ പ്രതിനിധി ഏറ്റെടുത്തിരിക്കുകയാണോ? നിങ്ങൾ നോക്കൂ, ഒരു ലെവലും ഇല്ലാത്ത നിലയിലല്ലേ അദ്ദേഹം പ്രതികരണം നടത്തിയത്? ജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാർ മറന്നോ എന്നാണ് ചോദിക്കുന്നത്. ഏത് ജനങ്ങളുടെ സുരക്ഷിത സർക്കാർ മരിച്ചത്? ദിവസം കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾ മരിക്കുകയാണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവരേത് നിലയിലാണ് ഈ വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല നിലയിൽ പൊതുവിദ്യാഭ്യാസം നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം? ഈ BJP പ്രതിനിധിക്ക് എന്ത് അവകാശമാണ് പരിശോധിക്കാനാണോ ഈ സമയം ഉപയോഗിക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ടത് ശിവപ്രസാദാണ്. ഇതുവരെ ആ അവധാനത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ താങ്കൾ അവസാനം പ്രതികരിച്ചു വരുമ്പോൾ അത് ആ രൂപത്തിലല്ല. വൈകാരികത ഉണർത്തേണ്ട കാര്യമില്ല ശിവപ്രസാദ്. ഇത് വൈകാരികം തന്നെയാണ്. എന്താണ് സംശയം? കേരളം മുഴുവൻ വൈകാരികതയോടെ കാണുന്ന വിഷയം തന്നെയാണ്. വളരെ നന്ദി ശ്രീ M. ശിവപ്രസാദ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.